നമ്മൾ പല വീഡിയോസിലും സൺഡ ക്യാമ്പസ്, TCS ക്യാമ്പസ്, അതല്ല നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകാറുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺഡ ക്യാമ്പസ് എന്ന് പറയുന്നത് ഏകദേശം 10 ഏക്കറിൽ 3.1 ലക്ഷം ചതുരശ്ര അടിയിലാണ് അവർ കെട്ടിടം വരുന്നത്. നിലവിൽ അതിനകത്ത് 6000-ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. TCSൻ്റെ പുതിയ ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 90 ഏക്കറിന് അടുത്ത് വരുന്ന സ്ഥലത്ത് നമുക്ക് 6000 പേർക്ക് ഇപ്പം നിലവിൽ വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അവിടെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്കുകളിലേക്ക് പോകും. ആ സമയത്ത് അത് പൂർണ്ണമായിട്ട് പ്രവർത്തന സജ്ജമാകുമ്പോഴത്തേക്കും 20,000-ഓളം പേരാണ് അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചുറ്റുവട്ടത്ത് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്തുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മോഹനപുരത്താണ്. അതായത് മംഗലപുരം ജംഗ്ഷനിൽ നിന്ന് പോത്തൻകോട് റൂട്ടിലേക്ക് നമുക്ക് ഏകദേശം 2 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ പ്രോപ്പർട്ടിയിലെത്തും. മോഹനപുരം ജംഗ്ഷനിൽ തന്നെ വലത്തോട്ട് വെള്ളൂർ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. ആ റോഡ് കുറച്ചൊന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. നമുക്കിതിനകത്ത് 4.5 സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ്. ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് ഒന്ന് വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം. അകത്തേക്ക് 4 മീറ്റർ വീതിയിലുള്ള വഴി ഫോം ചെയ്ത് ഈ റോഡ് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കി തരും. നമുക്ക് ഈ വഴി ഇങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം ഇവിടെ നിന്ന് 4 മീറ്റർ വീതിയിൽ, ഈ മതിലിൽ നിന്ന് 4 മീറ്റർ വീതിയിൽ ഇങ്ങോട്ടേക്കിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. അതായത് ആ ഒരു സ്പേസ് കോമൺ സ്പേസ് ആയിരിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് അകത്തേക്ക് ഈ പറഞ്ഞ 4 മീറ്റർ വീതിയിലെ റോഡ് അകത്തേക്ക് ഫോം ചെയ്ത് അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് 4.5 സെൻറ്റ്, 4.25 സെൻറ്റ്, 5 സെൻറ്റ് അങ്ങനെയുള്ള പ്ലോട്ട് ഡിവിഷൻ ചെയ്യാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. പെർസെൻറ്റ് റേറ്റ് വരുന്നത് 6 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സൺഡ ക്യാമ്പസ്, TCS ക്യാമ്പസ് ഒക്കെ ഇവിടെ നിന്ന് തൊട്ടടുത്ത് പള്ളിപ്പുറം അവിടെയായിട്ട് ക്യാമ്പസ് വരുന്നത്. നമുക്കിവിടെ ഒത്തിരിയധികം സാധ്യതകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പുതിയൊരു IT മൈക്രോ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് അങ്ങനെ ഒരു ഇക്കോ സിസ്റ്റം, അത് കോഡെന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പേസ് പാർക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബയോ-360 സയൻസ് പാർക്ക് ഉണ്ട്. ഇങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങളാണ് ഈ ഒരു ചുറ്റുവട്ടത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇവിടെ നല്ല രീതിയിൽ സാധ്യതയുള്ള ലൊക്കേഷനാണ്. നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ആദ്യ ഫേസുകൾ പോലെ തന്നെ നല്ല രീതിയിൽ തിങ്ങി പാർക്കുന്ന ആൾക്കാർ വന്ന് തിങ്ങി പാർക്കുന്ന ലൊക്കേഷനായി മാറും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.